ചോറിന് കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആദ്യം തന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് വെള്ളം ഒഴിച്ച് ഉപ്പൂട്ടി വേവിക്കാനായിട്ട് വെക്കുക. മൂടി വെക്കുകയാണ് നമ്മൾ വേണ്ടത്. ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കൂട്ട് അരിച്ച് ചേർക്കണം. അതിന് തേങ്ങ തിരികിയതും 4 ചെറിയ ഉള്ളിയും 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ആവശ്യത്തിന് വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ തക്കാളിയോടൊപ്പം പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് വേവിക്കേണ്ടതാണ്. നേരത്തെ പറയാനായിട്ട് മറന്നുപോയി. ഇപ്പം തക്കാളിയുടെ കൂടെ ഈ പച്ചമുളകും കൂടെ ഇട്ട് വേവിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ തക്കാളിയും പച്ചമുളകും വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടി വെക്കണം. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീ താഴ്ത്തി വെച്ചിട്ട് തൈര് ഒഴിച്ച് കൊടുക്കുക. തൈരൊന്ന് അനന്ന് കിട്ടിയാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. തൈര് ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ തക്കാളി വേവിക്കാൻ വെച്ച സമയത്ത് ഉപ്പ് ചേർത്തു, പക്ഷേ ഇപ്പോൾ തൈര് ഒഴിച്ചല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇളക്കി കൊടുക്കുക. ഒരല്പം നേരം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കടുക് വറുത്ത് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കിയെടുക്കണം. തക്കാളി പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ പറയണം. ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.